ഇതിന്റെ ജനിച്ച കോളേജ് നോക്കുമ്പോൾ ഒത്തിരി പരാജയങ്ങളുണ്ട്, സെറ്റ് ബാക്ക് ഉണ്ടല്ലോ. എല്ലാവരും വിജയകഥകളാണ് പറയുന്നത്. ഇപ്പം ഈ പരാജയങ്ങളെ പറ്റി ഒന്ന് 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 പറയാവോ? എന്തൊക്കെയാ സെറ്റ് ബാക്സ് എന്ന് പറയുന്നത്? എങ്കിലേ ആൾക്കാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തേനീച്ച കോളനി 10 കിലോ വാങ്ങിച്ചേക്കാം, ഉടനെ ഇപ്പൊ കാശുണ്ടാക്കാന്നുള്ള ചിന്താഗതി ഉണ്ട്. അപ്പൊ അത് നുള്ളിക്കളയണം. ഒരു 4 കോളനി ആദ്യം ഇന്ന് പപ്പ നടത്തി 4 കോളനി ആദ്യം നടത്തുന്നു. അത് 4 കോളനി നിന്ന് ഡെവലപ്പ് ചെയ്തു. ഞാനിപ്പോ 4 കോളനിയിൽ നിന്നാണ് ഞാൻ ആദ്യം വാങ്ങിക്കാൻ പോയില്ല. സ്വന്തമായിട്ട് ജനിച്ച് പിടിച്ച് 10, 25, 27 കോളനി ഉണ്ടായി. അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. നഷ്ടം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഈ കോളനി വാങ്ങിക്കാൻ നേരം കാണൂല. എല്ലാ വർഷവും രാവിലെ എല്ലാ വർഷവും വാങ്ങിക്കും. പിന്നെ മഴക്കാലം ആകുമ്പോൾ പോവും. പിന്നീട് വീണ്ടും ഒരു സെപ്റ്റംബർ, ഡിസംബർ ആകുമ്പോൾ വാങ്ങിക്കും. അത് വീണ്ടും പോവും. അങ്ങനത്തെ സെറ്റ് ബാക്സിനെ പറ്റി ഒന്ന് പറയാവോ? തീർച്ചയായിട്ടും. കാരണം തേനീച്ച കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അടികളാണ്. കാരണം തുടക്കക്കാരെ സംബന്ധിച്ച് അതില്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഇപ്പോ ഏത് നല്ല കർഷകർക്കായാലും ഈ പറയുന്ന ഒരു 20-40% കോളനികൾ മഴക്കാലത്ത് നഷ്ടപ്പെടുന്നുള്ളത് വാസ്തവമാണ്. അത് കാരണം നമ്മള് കഥ പറയുമ്പോൾ എപ്പോഴും വിജയകഥകൾ മാത്രമേ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളൂ. കാരണം അതിന്റെ